ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്കല്ലെങ്കിൽ നിങ്ങളുടെ 1 മാസം ശമ്പളം ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യും. സാറേ ശമ്പളം കട്ട് ചെയ്യല് ഒന്നുമില്ലല്ലോ, ഞങ്ങൾ ജൂനിയേഴ്സ് അല്ലേ. പേരില് മാത്രമുള്ള ജൂനിയേഴ്സ്, കയ്യിൽ സീനിയേഴ്സിന്റെ. എന്റെ 1 മാസത്തെ ശമ്പളം കട്ട് ചെയ്യുന്നത് ഇതൊക്കെ എന്ത്? ഞാൻ കട്ടപ്പനായിരുന്നപ്പോ എന്റെ 1 വർഷത്തെ ശമ്പളം വരെ കട്ട് ചെയ്യും. ഒരേ ഫെഡറിക്കേ, അപ്പൊ നിനക്ക് ഇവിടെ മാത്രമല്ല പിടി, അങ്ങ് കട്ടപ്പനയിലുണ്ടല്ലേ. നിനക്കൊക്കെ എന്തെങ്കിലും അറിയാമോ? എടാ, ചൈന എന്ന് കൊറോണ എന്ന് പറഞ്ഞൊരു രോഗം നമ്മുടെ നാട്ടിൽ വന്നു. ഇനി 5 വർഷങ്ങൾ കഴിയുമ്പോ അമേരിക്ക എന്നൊരു വലിയൊരു രോഗം നമ്മുടെ നാട്ടിൽ വരും. അത് വന്നാൽ തന്നെ ഒരു 5 ദിവസവും നിൽക്കുള്ളൂ. അതന്നെ ലീവിന് വരുന്നതാണോ? അല്ലടാ, അവിടെ പൗരത്വം കിട്ടാനായിട്ട് ട്രംപ് കയറ്റിവിട്ടതാ. അതാണോ ഞാൻ പറഞ്ഞത്? എടാ, അതിനുള്ള മരുന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്, കൊളയട്ട. ഇത് കളയട്ടാന്നല്ല പറഞ്ഞത്, ഇതിനകത്ത് കൊളയട്ടാണെന്ന്. ഈ അട്ടയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രോഗം വന്ന ആളുടെ ശരീരത്തിൽ ഈ അട്ടനെ കൊണ്ട് കടുപ്പിക്കും. എന്നിട്ട് അതിനകത്തുള്ള ദുഷിച്ച ചോരകളെല്ലാം അത് ഊറ്റി 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 കുടിക്കും. അങ്ങനെ ആ രോഗം ആരോടാ ഞാനീ പറയുന്നത്? ഇനി ഇത് കൂടെ വേണ്ട. എന്തിനാ സാർ അത് കളഞ്ഞത്? ആവശ്യത്തിൽ കൂടുതൽ ചോര നീ ഇവിടെ ഊറ്റി കുടിക്കണ്ടല്ല. ഇനി അതിന്റെ ആവശ്യമില്ല. ഇന്ന് മുതൽ നീയാണ് ഇവിടത്തെ കൊളയട്ട. എടാ, നിനക്ക് നാണം ഉണ്ടാടാ? നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെയും ആ കൊച്ചിന്റെ പുറകെ ചുറ്റിക്കറങ്ങണ്ട എന്തിനാ? സാറെ കല്യാണം കഴിഞ്ഞ ഡിവോഴ്സ് ആയല്ല. ഇത് സംഭവിച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നൈറ്റില് ഇവിടെ ഒരു തരത്തിലുള്ള എണ്ണയൊക്കെ തേച്ച് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് ബെഡ്റൂമിൽ വന്നിട്ട് ഒറ്റ ഇരിപ്പ്. ഒന്നില്ലേ പ്രായത്തിനെ ബഹുമാനിക്കട്ടെ. എനിക്കാണെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ കുറവുകളുള്ളതാണ്. ഈ 2 ചെവിയെ പതുക്കെ കേൾക്കുള്ളൂ. അറിയാമോ നിങ്ങൾക്ക്? അത് നിങ്ങൾക്ക് അറിയാമോ? എന്താ ഇതിനകത്ത് കൂടി താഴ്ത്തി പറഞ്ഞ ബെഡ്റൂമിൽ വന്നിരുന്നിട്ട് ചെവിക്കല്ലടിച്ചോട്ട് പോയല്ല. സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ കാര്യം? സാറേ, ഞാൻ ഇവിടുത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. അത് പാവം പഠിപ്പിച്ച ഞാൻ കണ്ടായിരുന്നല്ലോ. സാറേ, എന്നെ പ്രാക്ടിക്കലി പഠിക്കാൻ വേണ്ടിട്ട് അടുത്ത രോഗീനെ ഞാൻ നോക്കിക്കോട്ടെ? എന്റെ ദൈവമേ, വേണ്ട. അതെന്താ? ഒരു ദിവസം ഒരു രോഗിക്ക് നെല്ലിക്കാത്തളം വെട്ടണമെന്ന് പറഞ്ഞിട്ട് മമ്മട്ടിയായിട്ട് പോയിട്ട് മുറ്റത്തുള്ള നെല്ലിക്ക അതും പോരാട്ട് എന്നെ കാണിക്കാൻ വേണ്ടി ഡെയിലി വെള്ളവും ഒഴിക്കണം. വന്ന് ഇവിടുത്തെ രോഗികളെ മൊത്തം ഞാൻ നോക്കേണ്ട അവസ്ഥയാ. എന്റെ കയ്യിൽ നിന്ന് പോകത്തില്ലല്ല. എന്റെ കയ്യിൽ നിന്ന് പോകത്തില്ല. പിടിച്ചതിലും വലുതാണ് മടയിലിരിക്കണത്. ഒരു ദിവസം വയ്യാത്ത രോഗിക്ക് നസ്യം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങാടി പോയിട്ട് 100 രൂപക്ക് മത്സ്യം മേടിച്ചു കൊടുത്തവരാണ്. ഇവന്റെ കയ്യിലിരിക്കുവല്ല. അബദ്ധം പറ്റൂടാ, അബദ്ധം പറ്റും. എടാ, എത്ര വർഷമായിടാ നീ എന്റെ കൂടെ കൂടിയിട്ട്? 5 വർഷമായി. എന്നിട്ട് ഏതെങ്കിലും ഒരു മരുന്നിന്റെ കൂട്ട് നിനക്ക് അറിയാമോ? അറിയാല്ല. അന്നൊരു മരുന്നിന്റെ കൂട്ട് പറ. ഷജീർ, ഷൈന, ശരത്ത്, ബൈജുക്കുട്ടൻ, പ്രവീണ. എന്താണിത്? വൈകുന്നേരം എനിക്കുള്ള മരുന്നിനുള്ള കൂട്ടാ. മരുന്നിന്റെ കൂട്ട് പറയാൻ പറഞ്ഞപ്പോ കൊലക്കൂടുന്ന കേസാ പറയണത്. എടാ, ഇതൊന്നും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ ഡോക്ടറായ പോരാ, എന്നെ പോലെ പാരമ്പര്യത്തിന്റെ ഒരു കഴിവ് കിട്ടണം. എന്താണ് ഇതൊക്കെ വിജയിക്കുള്ളൂ. താനെ എന്നാ പാരമ്പര്യം ഇരിക്കണം. എന്റെ മുത്തച്ഛൻ ആരാണെന്ന് അറിയാമോ? വലിയൊരു വൈദ്യശാല നടത്തിയിരുന്ന മനുഷ്യനാ. വലിയ ആളായിരുന്നു. പിന്നെ ഒത്ത ശരീരം, അതിനൊത്ത തടി, നല്ല ധൈര്യമായിരുന്നു. ഒരു ദിവസം മുത്തച്ഛനുണ്ടല്ല, ഈ പച്ചമരുന്ന് പറിക്കാനായിട്ട് കാട്ടിലേക്ക് പോയിരുന്നു. അപ്പൊ ഉൾക്കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ മുത്തച്ഛന് ചുറ്റും 4 പുലി. മുത്തച്ഛൻ ഒറ്റക്ക, പുലികൾ 4 എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. മുത്തച്ഛന്റെ ധൈര്യം അല്ലല്ല, ആ 4 പുലികളുടെ ഒരു ഒത്തൊരുമ. 4 ഭാഗത്തുനിന്നും വന്നിട്ട് ഒരേ രീതിയിലല്ല എടുത്തോണ്ട് പോയത്. തടുക്കുള്ള ഭാഗം അത് അവര് മക്കളെ കൊണ്ട് പാഴ്സൽ കൊണ്ടുപോയി. അപ്പൊ ആ പാരമ്പര്യമാണ് സാറ് ആയുർവേദത്തിലേക്ക് എത്തിയത്. അതല്ല, പിന്നെന്ന് വെച്ചാലേ ഈ അലോപ്പതി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെ. എനിക്ക് അലോപ്പതി ആവണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ മരുന്ന് കുറിച്ച് കൊടുക്കുമ്പോഴേ ഹാൻഡ് റൈറ്റിംഗ് മോശമായി പോണം. എന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ വേറെ ആരും അറിയട്ടാ, ഈ അലോപ്പതി ഡോക്ടർമാർക്ക് ഒരു വേർതിരിവിട്ട്. എന്ത് വേർതിരിവ്? അവർക്ക് പെൺമക്കളോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവര് എഴുതി കൊടുക്കുന്ന ഗുളികളുടെ പേര് പെൺമക്കളുടെ പേരല്ലേ? പാരസിറ്റാമോള്, ട്രൈമോള്, സൽബൂട്ടാമോള്. പിന്നെ ഈ ആൺമക്കൾക്ക് ഈഗോ വരണ്ടാൽ അത് വിചാരിച്ചിട്ട് പേരിന് മാത്രം ഒരു ചെക്കന്റെ പേരിട്ട്. അതേത് പേര്? കാലിപ്പോള്. ഈ അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം ഓർത്തത്. അതൊക്കെ എന്റെ മാമൻ അലോപ്പതിയാ ഇഷ്ടം. മാമന്റെ ആക്സിഡന്റ് കാല് പ്രശ്നം വന്നേ. അപ്പൊ എല്ലാരും കൂടി കാലെ കൊണ്ട് കമ്പി ഇടിച്ചു. നമ്മൾ ഈ ആയുർവേദമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണല്ലോ. ഞാൻ ചെന്നിട്ട് ആ കമ്പി അങ്ങോട്ട് അഴിച്ചു മാറ്റിയിട്ട് നല്ല ഒന്നാമതൊരു കപ്പയുടെ തണ്ട് അങ്ങോട്ട് വെച്ച്
എന്നിട്ടെന്താ ഒരാഴ്ച കഴിയുമ്പോ മാമന്റെ മൂക്കിന്നും വായിന്നു കപ്പയുടെ തണ്ട തുടങ്ങി. അപ്പൊ മാമന് തോട്ടത്തിൽ പോയി നിൽക്കാൻ പറ്റൂല. അപ്പൊ തന്നെ കാട്ടുപന്നി വന്ന് കുത്തി മലത്തി. മാമന്റെ ചോട്ടി കപ്പയിട്ടൊന്ന് കരുതി. എനിക്കൊരു സംശയം. ഈ സംശയം ചോദിച്ചാൽ മാത്രം പോരാ, അതിന് മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന നല്ല നല്ല കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല, അത് നോട്ട് ചെയ്തായിരുന്നു? ഇല്ല. അതെന്ത് പറ്റി? അതിന് നല്ലത് വല്ലതും വേണ്ടേ? സംശയം ചോദിച്ചോ? അതെ സാറേ, നമുക്ക് ഈ മരുന്നില്ലാണ്ട് രോഗം മാറ്റാൻ വല്ല വഴിയുണ്ടോ? യോഗ. അതിനുള്ള യോഗം വേണം, എന്നാലേ മാറുള്ളൂ. യോഗമല്ല, യോഗ. കഴിഞ്ഞ ദിവസം ഈ ഗെയിമിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൊച്ചിനെ കൊണ്ട് വന്നായിരുന്നു. അവന് ഈ ഗെയിമിൽ നിന്നുള്ള ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടി ഞാൻ അവന് കുറച്ച് യോഗയൊക്കെ പഠിപ്പിച്ചു വിട്ടായിരുന്നു. മാറ്റം ഉണ്ടായ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ കൈ കളിക്കുമ്പോ തല കുത്തിട്ട് കാല് കൊണ്ട് കളിക്കും. തല കുത്തുന്ന കാര്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ കഷായം കട്ടു കുടിക്കാൻ വേണ്ടി കയറിയപ്പോഴേ, അല്ലല്ല കഷായം കെട്ടെടുക്കാൻ വേണ്ടി കയറിയപ്പോഴേ തല കുത്തി ഒന്ന് വീണായിരുന്നു. സാറേ ഇപ്പൊ തലയ്ക്ക് വേദന, കൈക്ക് വേദന, കാലിന് വേദന, മൊത്തത്തിൽ വേദന. നേരത്തെ പറയണ്ടേ? പൊട്ടിച്ചു കളഞ്ഞാൽ മതി. ദീപാവലിക്ക് മതിയാ? പടക്കം പൊട്ടിക്കുന്ന കാര്യമല്ല, പിന്നെ ലിഗമെന്റുകൾ വെറുതെ പൊട്ടിച്ചു കളഞ്ഞാൽ മതി. പിന്നെ മോളെ കസേര എടുത്തു ഇപ്പൊ ശരിയാക്കി തരാല്ലേ? പറയുന്നതായിരുന്നു. മൊത്തം വേദനയാണ് സാറേ. അപ്പൊ കൊറേ പൊട്ടിക്കേണ്ടി വരും. അയ്യോ ഇപ്പൊ അവന്റെ സകല വേദന മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്തോരം കണ്ടാക്കള്. ഇതാനങ്ങളില്ലല്ലോ. പറഞ്ഞ പോലെ അനങ്ങണില്ല. പഠിക്കേ അയ്യോ, അങ്ങനെ അതായി. എന്തായി ക്ലൈമാക്സ്. ഗംഭീര സ്കിറ്റായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സ്കിറ്റിനെ പറ്റി നല്ല ഗംഭീരമായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ അലോപ്പതി ഡോക്ടേഴ്സ് ആണ്. പറയൂ ഡോക്ടർ, ഈ ആയുർവേദ ഡോക്ടേഴ്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആയുർവേദ ഡോക്ടേഴ്സും അലോപ്പതി ഡോക്ടേഴ്സും കോമഡി കേട്ടാ ചിരിക്കും. അത് നല്ലൊരു പുതിയ അറിവാണ്. കോമഡി കേട്ടാ ചിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണോ? ഹാൻഡ് റൈറ്റിംഗ് കാരണമാണ് ഞാൻ ഡോക്ടറായത്. ഞാൻ എഴുതുന്നത് എനിക്ക് തന്നെ പിന്നീട് വന്ന് പേഷ്യന്റ് കാണിക്കുമ്പോൾ വായിക്കാൻ പറ്റാറില്ല. എനിക്കിപ്പോഴും ഡൗട്ട് ഉണ്ട്, നിങ്ങൾ എന്തിനാ അങ്ങനെ എഴുതി വിടുന്നത്? പേഷ്യന്റ് തിരക്ക് കൂടുന്ന സമയത്ത് മാത്രമേ അങ്ങനെ എഴുതാറുള്ളൂ സാധാരണ, അല്ലാതെ നമ്മള് നല്ലതായിട്ട് തന്നെ എഴുതും. അല്ല എങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. എനിക്ക് മറ്റേ ഈ ഹാർട്ട് ബീറ്റിന്റെ അല്ലാതെ ഒരു ഇത് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയില്ല. അല്ല, ആലോചിച്ച് നോക്കി, ഇതൊക്കെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഫാർമസിസ്റ്റ് എടുത്തിരുന്ന അയാളെ എന്നെ സമ്മതിക്കണ്ടേ? അല്ല, ഞാൻ പലപ്പോഴും കൊണ്ടു കൊടുക്കുമ്പോഴേ അവർക്കിനി നമ്മുടെ ഫ്രണ്ടില് അവര് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി കൈ കിട്ടുന്ന എടുത്ത് തന്നുവിടുന്ന സമയങ്ങളിൽ പുതിയ റൂളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ മാതിരി എഴുതാൻ പാടില്ല, കറക്റ്റ് ബ്രാൻഡ് നെയിം ഒന്നും എഴുതാൻ പാടില്ല, കറക്റ്റ് ആയിട്ടുള്ള ജനറിക് നെയിം മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. എനിക്കൊരു ഡോക്ടർ ഒരിക്കൽ ലൈഫിൽ ഇതേപോലെ എഴുതിട്ട് സ്മൈലി ഇട്ടിട്ട് ചിരിച്ചിട്ടൊക്കെ ഓരോ മരുന്നിന്റെ അത് തോന്നിയതായിരിക്കും. അത് വേറെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഗുഡ് വൺ. എനിക്കത് ഇവർക്ക് തന്നെ ഒരു ടീമായിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്യാം. അതിന് മാത്രം കൗണ്ടേഴ്സ് അവിടെ നിറഞ്ഞിട്ടുണ്ട്. എനിവേസ്, നമ്മുടെ അലോപ്പതി ഡോക്ടേഴ്സും ചിരിച്ചും നമ്മളും ചിരിച്ചും നമ്മുടെ ഈ ആയുർവേദ ഡോക്ടേഴ്സിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? നോക്കാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ. അപ്പൊ എങ്ങനെയാ 10 എനിക്കല്ലേ അതിലെ? തീർച്ചയായിട്ടും. അയ്യോ, സീരിയസ് ആയിട്ട്? പിന്നെ ചുമ്മാ ഒരു തമാശ പറയുമ്പോഴേക്കും കാര്യം. ശരി, അപ്പൊ എന്തായാലും ശരി ചേച്ചി, 40,000 rupees ട്രാൻസ്ഫർ ചെയ്ത് തരേണ്ടതാണ്. കേട്ടോ. സൂപ്പർ. എനിവേസ്, ഇനി നിങ്ങൾ വരാ, പെർഫോം ചെയ്യാ, അടിപൊളിയാക്കാ, പൈസകൾ വാരിക്കോരാൻ പറ്റട്ടെ.